നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് അധികം ആളുകൾക്കും അറിയാത്ത ഒരു ഫീച്ചർ. വളരെ നേരത്തെ വന്ന ഫീച്ചറാണ്, പക്ഷേ അധികം ആൾക്കും അതിനെക്കുറിച്ച് അറിയില്ല, അതൊരു ഉപയോഗിക്കാറുമില്ല. എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഏതാണ് നോക്കാം, വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ അതിനുവേണ്ടി ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിലുള്ള ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിംഗ് സെൻറ്റർ ഐക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് ചാറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ചാറ്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ രണ്ടാമതായിട്ട് കാണുന്ന ഡിഫോൾട്ട് ചാറ്റ് തീം എന്നുള്ള ഒരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള ചാറ്റ് തീമുകൾ ഇവിടെ ഓരോന്ന് കാണാൻ സാധിക്കും. ഒരുപാട് തീമുകളുണ്ട്. ഇടത് ഭാഗത്തേക്ക് സ്വൈപ്പ് ചെയ്യുമ്പം നമുക്ക് ചാറ്റ് തീമുകൾ കാണാൻ സാധിക്കും. നമ്മൾ ഏത് തീമാണോ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ ചാറ്റ് ഐക്കൺ എങ്ങനെ ഉണ്ടാകുന്നു മുകളിൽ ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു തീമിനെ ആദ്യം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്ന തീം കാണാൻ സാധിക്കുക. ഇടത് ഭാഗത്തേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇവിടെ കാണാം, ഓരോ തീമുകൾ കാണാം. ഏതാണോ വേണ്ടത് ഏറ്റവും മുകളിൽ ടിക്ക് മാർക്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറക്കാനും ഇവിടെ ഇടത് ഭാഗത്ത് ഈ ലൈൻ പിടിച്ചിങ്ങനെ നീക്കി കൊടുത്ത് നമുക്ക് അതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറക്കാനൊക്കെ സാധിക്കും. ഇപ്പോൾ ചാറ്റ് ഐക്കണുകൾ കാണാം, ഓരോന്ന് റെഡിലും ബ്ലാക്കിലും ഇങ്ങനെ ഓരോന്നിൻ്റെയും ചാറ്റ് ഐക്കണുകൾ കാണാൻ സാധിക്കും. എന്നാൽ നമുക്കിവിടെ ഇതിനകത്ത് ഒരുപാട് കളറുകൾ ആഡ് ചെയ്യാൻ ഓപ്ഷനുണ്ട്. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ചാറ്റ് കളർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടത് ആ കളർ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് തീം സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ തൊട്ട് താഴെയായിട്ട് വാൾപേപ്പർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വാൾപേപ്പറിന് പുറമേ നമുക്ക് ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി തീമുകൾ കാണാൻ സാധിക്കും. ഇത് ഡാർക്ക് തീമിലും അതുപോലെ തന്നെ ലൈറ്റ് തീമിലും ഓരോന്നിൻ്റെയും വ്യത്യസ്ത രീതിയിലുള്ള ഒരുപാട് തീമുകൾ കാണാൻ സാധിക്കും. ഏതാണ് വേണ്ടത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, മുകളിൽ ടിക്ക് മാർക്ക് ക്ലിക്ക് കൊടുത്താൽ മതി, യൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് ചൂസ് ഫ്രം ഗാലറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ നമ്മുടെ വാട്സപ്പിൻ്റെ തീമാക്കി മാറ്റാൻ സാധിക്കും. അതായത് നമുക്ക് ഇവിടെ കാണുന്ന ഈ വാൾപേപ്പറുകൾ ഇഷ്ടമില്ല, നമുക്ക് നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടേതോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ ഒക്കെ ഫോട്ടോ, കാമുകന്മാരുടെയൊക്കെ ഫോട്ടോ ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിൽ ചൂസ് ഫ്രം ഗാലറി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഗാലറിയിൽ നിന്നൊരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് നമുക്ക് AI കൊണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കാണാൻ സാധിക്കും. ഓരോ തീമുകളുണ്ട്, ഇതുപോലെയാണ് കാണാൻ സാധിക്കും. അപ്പോൾ ആവശ്യമുള്ള താഴെ ഭാഗത്തേക്ക് നോക്കുക, ഓരോ വ്യത്യസ്ത രീതിയിലുള്ള തീമുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. നമുക്ക് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഡിസ്ക്രൈബ് ആൻഡ് ഇമേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഏത് തരത്തിലുള്ള ഇമേജാണ് നിങ്ങൾക്ക് AI കൊണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ഇമാജിൻ ചെയ്ത് ഈ AI നിങ്ങൾക്ക് ആവശ്യമുള്ള തീം ക്രിയേറ്റ് ചെയ്ത് തരും. ഇതെല്ലാം നമുക്ക് കോമൺ ആയിട്ട് വാട്സപ്പിൽ എല്ലാ ചാറ്റുകൾക്കും ഉപയോഗിക്കാനുള്ള തീമുകളാണ്. എന്നാൽ നമുക്കൊരു ഓരോ വ്യക്തികൾക്കും പ്രത്യേകം ചാറ്റ് തീം എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെയാണോ വേണ്ടത് ആ വ്യക്തി ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ചാറ്റ് തീം എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞിടത്തേക്ക് തന്നെ എത്തും. നേരത്തെ പറഞ്ഞ എല്ലാ ഫീച്ചറും ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾ ആഡ് ചെയ്യുന്ന തീം ഈ വ്യക്തിക്ക് മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ ഓരോ വ്യക്തികൾക്ക് വേണമെങ്കിൽ പ്രത്യേകം തീം ആ വ്യക്തിയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. വാട്സപ്പിൽ കോമൺ ആയിട്ട് വാട്സപ്പ് മൊത്തത്തിൽ ഒരേ തീം സെറ്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പിൻ്റെ സെറ്റിങ്സിൽ ചാറ്റ് തീമിലേക്ക് പോയാൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.